നമസ്കാരം. ടെന്നീസ് പ്രേമികൾക്ക് അന്ന കുർണിക്കോവ എന്ന പ്രഗത്ഭയായ കളിക്കാരിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കളിക്കളത്തിലെ മികവ് കൊണ്ട് മാത്രമല്ല, തൻ്റെ അസാധാരണമായ ഗ്ലാമർ കൊണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമായിരുന്നു അന്ന കുർണിക്കോവ. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ജനിച്ച അന്ന കുർണിക്കോവ ഇപ്പോൾ അമേരിക്കയിലാണ് ഭർത്താവും കുട്ടികളുമൊത്ത് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം പക്ഷേ ഒരു ആഡംബര ഷോപ്പിംഗ് മാളിൽ അന്ന കുർണിക്കോവയെ കണ്ട ആളുകൾ പലരും ഞെട്ടി. കുർണിക്കോവ ഒരു വീൽ ചെയറിലാണ് ഷോപ്പിംഗ് മാളിലേക്ക് എത്തിയത്. ഒപ്പം 2 പെൺമക്കളും കൂടെ ഉണ്ടായിരുന്നു. അവരാണ് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് അന്ന കുർണിക്കോവയ്ക്ക് ഒപ്പം എത്തിയിരുന്നത്. അവരുടെ കാലിൽ ഓർത്തോപീഡിക് ബൂട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കാലിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴാണ് ഇത് ധരിക്കുന്നത്. അവരുടെ കൈ വിരലുകളിലും ബാൻഡേജ് ഇട്ടിരിക്കുന്നതായി കാണാം. അന്ന കുർണിക്കോവയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും അപകടമുണ്ടായിരിക്കാം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്തായാലും ടെന്നീസ് ആരാധകരെ സംബന്ധിച്ച് ഇത് അവരെ ആകെ ദുഃഖിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. 15-ാം വയസ്സിലാണ് അന്ന കുർണിക്കോവ ടെന്നീസ് രംഗത്ത് സജീവമായത്. അന്നു മുതൽ അവരുടെ കളി മികവ് കൊണ്ടും ഗ്ലാമർ കൊണ്ടും ലോകത്ത് ആയിരക്കണക്കിന് ആരാധകരെയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. 2002-ൽ ലോകത്തെ ഏറ്റവും സെക്സിയായ ടെന്നീസ് കളിക്കാരിയായി ഒരു സർവേ അവരെ തിരഞ്ഞെടുത്തിരുന്നു. 2010-ലാകട്ടെ മറ്റൊരു സർവേയിൽ ലോകത്തെ ഏറ്റവും സെക്സിയായ ടെന്നീസ് കളിക്കാരിയായും അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ലോകം മുഴുവൻ അവർക്ക് ആരാധകരുണ്ടായിരുന്നു. അന്ന കുർണിക്കോവ കളിക്കാൻ ഇറങ്ങുമ്പോൾ അത് ലോകത്തെ അന്നത്തെ ചെറുപ്പക്കാരെയൊക്കെ തന്നെ ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അവരുടെ കളിക്കളത്തിലെ ആ ഒരു പെരുമാറ്റവും രീതികളുമൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വ്യക്തമായി ഒരു ധാരണയും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുർണിക്കോവ ഇപ്പോൾ ഭർത്താവും പ്രശസ്ത സംഗീതജ്ഞനുമായ എൻറിക്കെ ഇഗ്ലേസിയാസുമൊത്ത് അമേരിക്കയിലെ മിയാമിയിലാണ് താമസിക്കുന്നത്. ടെന്നീസിൽ നിന്ന് അവർ 2003-ലാണ് വിരമിച്ചത്. കടുത്ത നടുവേദന ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് 21-ാമത്തെ വയസ്സിൽ തന്നെ അവർക്ക് കളിക്കളം വിടേണ്ടി വന്നതെന്നാണ് പിന്നീട് കുർണിക്കോവ തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ കളിക്കളത്തിൽ നിന്ന് വിട്ടുവെങ്കിലും മറ്റു പല മേഖലകളിലും അവരിപ്പോഴും സജീവ സാന്നിധ്യം തന്നെയായിരുന്നു. മോഡലിങ്ങിലും അതുപോലെ പല റിയാലിറ്റി ഷോകളിലും ആങ്കറായും എല്ലാം തന്നെ അന്ന കുർണിക്കോവ തിളങ്ങി നിന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി അവരെക്കുറിച്ച് ഒരു വാർത്തകളും പുറത്തു വരുന്നില്ലായിരുന്നു. അവർ ഒരു വേദികളിലും പ്രത്യക്ഷപ്പെടുന്നുമില്ലായിരുന്നു. 2 വർഷം മുമ്പ് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് താനിപ്പോൾ കുടുംബമൊത്ത് സ്വസ്ഥമായി കഴിയുകയാണെന്നും മക്കൾ വളരുന്നത് നോക്കി താൻ സന്തോഷത്തോടു കൂടി കഴിയുകയാണ് എന്നുമൊക്കെ കുർണിക്കോവ വെളിപ്പെടുത്തിയിരുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ എന്താണ് ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത്. മാർട്ടിന ഹിംഗിസുമൊത്ത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസിൽ അന്ന ഒന്നാമത് തന്നെ എത്തിയിരുന്നു. ടെന്നീസ് സിംഗിൾസിൽ പറയത്തക്ക മികവൊന്നുമില്ലെങ്കിലും ഡബിൾസിൽ കുർണിക്കോവ ഏറെക്കാലം ലോക നമ്പർ 1 തന്നെ നിലനിന്നിരുന്നു. കളിയേക്കാളേറെ അവരുടെ സ്വകാര്യ ജീവിതവും പലപ്പോഴും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. കായിക കലാമേഖലയിലെ പല പ്രമുഖ പുരുഷന്മാരുമായും ഇവർക്ക് പ്രണയമുണ്ടെന്നൊക്കെ പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതൊരു പക്ഷേ അവരുടെ ഗ്ലാമറിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അന്ന കുർണിക്കോവയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് കായിക ലോകം.